ഇതാര്? വരണം വരണം മിസ്റ്റർ അലക്സ്. എത്ര നാളായിടോ ഈ വഴുത്തുകയെ കണ്ടിട്ട്. ജേഡൻ, ഇത് ആ റൂമിൽ കണ്ട കുട്ടിയല്ലേ ജെയ്ക്ക് സാറിന്റെ ലവർ? അപ്പോ ഈ കുട്ടി സാറ് സ്നേഹിക്കുന്ന പെൺകുട്ടിയെ കണ്ടിട്ട് എന്താ സാറിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തെ? മിന്നിമോളെ സുഖാണോ? യെസ് ആന്റി. ഞങ്ങൾ ഓർത്തു ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നിട്ടുണ്ടാവുമെന്ന്. അങ്ങനൊന്നും ഇല്ല ജോൺ. അറിയാലോ ജെനിയുടെ ഇൻസിഡന്റിന് ശേഷം. ഓക്കെ ഇപ്പോഴത്തെ വരവിന്റെ ഉദ്ദേശം എന്താ? ചുമ്മാ ഞങ്ങളെ കാണാൻ ഇറങ്ങിയതാണോ? ആടോ, പിന്നെ ചെറിയൊരു കാര്യം ഉണ്ടെന്ന് വെച്ചോ. സമയം കളയാതെ പറയണോ എന്താ കാര്യം? അത് പറയാം. മോനെ ജെയ്ഡൻ, നിനക്ക് സുഖമാണോ? മോനെ, എനിക്കറിയാം നീ ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന്. എങ്കിലും എത്ര കാലമായി ഇങ്ങനെ ഒറ്റയ്ക്ക്? മോനൊരു മാരേജിനെ പറ്റി ചിന്തിച്ചൂടെ? അവൾ പോയിട്ട് 6 വർഷമായില്ലേ? നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ? ജേഡൻ, അവര് പറയട്ടെ. ജേഡൻ, അത് പിന്നെ ഇനി ആരൊക്കെ വന്നാലും ജെനിയുടെ പ്രൈസ് നികത്താൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രൊപ്പോസൽ ആയിട്ടാ. വാട്ട് എ സർപ്രൈസ്. പക്ഷെ അത് പറയുന്നതിന് മുൻപ് ഇതാരാ? ഓ, ഇതോ? ഇത് ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരു കുട്ടിയാ. എന്തായാലും ഞാനൊരു കാര്യം പറയുമ്പോ നമുക്ക് അടുത്തറിയുന്നവർ മാത്രം പോരെ. സോ നിനക്ക് ചെവി കേൾക്കില്ലേ? പപ്പ പറഞ്ഞത് കേട്ടില്ലേ? എഴുന്നേറ്റ് പോടി. ഇരിക്കണേ അവിടെ. ഇവിടെ എങ്ങോട്ടും പോകുന്നില്ല. ഇവിടെ ഇരുത്തിക്കൊണ്ട് പറയാൻ പറ്റുന്നത് പറഞ്ഞാ മതി. ജേഡൻ പ്ലീസ്. ഓഹോ, അപ്പോ ആളത്ര ചില്ലറക്കാരിയല്ല. ജോൺ, പരിചയത്തിലുള്ള കുട്ടി എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാതെ. ഓഷി. അലക്സ്, അത് പിന്നെ എന്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്നവളാ എന്റെ കുഞ്ഞിന്റെ അമ്മ. എന്താ? ജോൺ, ജെയ്ഡന്റെ മാരേജ് കഴിഞ്ഞോ? എപ്പോ? ഞങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. സി മിസ്റ്റർ അലക്സ്, ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആക്ച്വലി ഈ കുട്ടി ഒരു സറോഗേറ്റ് ആണ്. ജെനിയുടെ ആക്സിഡന്റിന് ശേഷം ജെയ്ഡന് ഈ ലൈഫിൽ ഒരു മാരേജ് ഇല്ലെന്ന് പറഞ്ഞപ്പോ ഗത്യന്തരമില്ലാതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ചെയ്യേണ്ടി വന്നു. ജെയാൻകെ എന്റർപ്രൈസസിന് ഒരു അവകാശി വേണ്ടേ? ഇവന്റെ വാശി കാരണം ഞങ്ങൾ ഇത്രനാൾ പടുത്തുയർത്തിയത് മുഴുവൻ നഷ്ടമാകാൻ ഇടവന്നാൽ പിന്നെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ടായിരുന്നു എന്റെ മകന്റെ കുഞ്ഞിനെ കാണാനും കൊഞ്ചിക്കാനും. ഓഹോ, അപ്പോ വാടക ഗർഭക്കാരിയാണ്. സോ സാഡ്. ഇതെന്താ ജോൺ, നിങ്ങൾ ഏത് ലോകത്താ? ഇത് ഏതെങ്കിലും ഒരു ഫാമിലി നടക്കുന്നതാണോ? പുറംലോകം അറിഞ്ഞ അവർ ഏത് കണ്ണോടെയാവും നമ്മളെ നോക്കുക? അതിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ വിഷമിക്കണ്ട. ഇത് എന്റെയും മരിയയുടെയും ഒന്നിച്ചുള്ള തീരുമാനമാണ് അലക്സ്. ഓഹോ, അപ്പോ ജെയ്ഡന്റെ സമ്മതം ഇല്ലെന്നർത്ഥം. എനിക്കറിയായിരുന്നു ജെയ്ഡൻ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവത്തിന് നിന്ന് കൊടുക്കില്ലെന്ന്. അതും ഇതുപോലൊരു വൃത്തികെട്ട പെണ്ണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ മുംബൈയിൽ കുറെ എണ്ണത്തിനെ. ഇവിടെ റെഡ് സ്ട്രീറ്റിൽ നിന്നും പലതും കിട്ടിയതാണോ നിങ്ങൾക്ക്?
നീയുടെ ഒരു അക്ഷരം വേണ്ടിയാ. ജേഡൻ നോ, അവൻ നമ്മുടെ ഗസ്റ്റ് ആണ്. ഗസ്റ്റ് ആണെങ്കിൽ അതിന്റെ മര്യാദ കാണിക്കണം. ഒരു വീട്ടിലേക്ക് കയറി വന്ന് ആ വീട്ടിലുള്ളവരെ വായിൽ തോന്നുന്നത് പറയുന്നതല്ല ഗസ്റ്റിന്റെ മര്യാദ. മോനെ, അവളൊരു കൊച്ചു കുട്ടിയല്ലേ, അറിയാതെ പറഞ്ഞതാ, മോൻ കാര്യമാക്കണ്ട. ആ, ഞാൻ പറയാൻ വന്ന കാര്യം, ജെനിയുടെ അഭാവം മോനിൽ എത്രമാത്രം നഷ്ടമുണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അത് നികത്താൻ ഞങ്ങൾക്ക് ആർക്കും ആവില്ല. പക്ഷെ ഞാൻ ഇപ്പൊ വന്നത് ഒരു മാരേജ് പ്രൊപ്പോസൽ ആയിട്ടാ. എന്റെ ഒരു മകള് കാരണം നിങ്ങൾക്കുണ്ടായ നഷ്ടം എന്റെ മറ്റൊരു മകൾ കാരണം നികത്താൻ എനിക്ക് സാധിച്ചാൽ പ്രശ്നങ്ങളെല്ലാം പഴയപടിയാകും. ജേഡൻ, നിന്റെ ലൈഫും നോർമലാകും. എന്താണ് ജോൺ തന്റെ ഒപ്പീനിയൻ? അത് അലക്സ്, മാരേജ് വേണ്ടെന്ന് പറഞ്ഞിരുന്ന ഇവനെ കൊണ്ട് ഈ സറോഗസി മാറ്റർ തന്നെ സമ്മതിപ്പിച്ചെടുത്തതിന്റെ കഷ്ടപ്പാട് എനിക്ക് മാത്രമേ അറിയൂ. സോ ഇനി ഇതിൽ അഭിപ്രായം പറയേണ്ടത് ജേഡനാണ്. ജേഡന്റെ അഭിപ്രായം അറിയുന്നതിന് മുന്നേ വിന്നിയോട് ആലോചിച്ചിട്ടാണോ അലക്സ് ഈ പ്രൊപ്പോസൽ കൊണ്ടുവന്നേ? യെസ്, ഓഫ് കോഴ്സ് അങ്കിൾ, എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അതേ ജേഡൻ, ഇനി നിന്റെ ഡിസിഷൻ കൂടി അറിഞ്ഞാൽ മതി. ജെനിയും വിന്നിയും ട്വിൻസ് ആയതുകൊണ്ട് തന്നെ രൂപത്തിലും ഭാവത്തിലും നിനക്ക് ജെനിയെ മിസ് ചെയ്യില്ല ഒരിക്കലും. അവളുടെ രൂപമുണ്ടെന്ന് വെച്ച് അവൾ ആ പോയവൾ. ജെനിക്ക് പകരമാവാൻ ഒരാൾക്കും കഴിയില്ല ഇനി ഒരിക്കലും. വിനി, നീ ഈ ഗെയിമിൽ ഇറങ്ങരുത്. ഗെയിമോ? ജേഡൻ, ഞാൻ ആത്മാർത്ഥമായി നിന്നെ സ്നേഹിച്ചിട്ട് തന്നെയാ. ജേഡൻ, ജെനിയെ മറന്നുകളാം. വിനിക്കൊരു ചാൻസ് കൊടുക്ക്. ഇനി ഒരക്ഷരം വേണ്ടിയാ വന്ന് തിന്നിട്ട് എഴുന്നേറ്റ് പോക്കോണം. ആവശ്യമില്ലാത്തതൊന്നും എഴുന്നള്ളിക്കണ്ട. ബുൾഷിറ്റ്. നീ എന്ത് കാണാനിരിക്കോ? എഴുന്നേറ്റ് പോടി. ആന്റി, എന്തായാലും ഞാൻ കുറച്ച് ഡേയ്സ് ഇവിടെ നിന്നിട്ടേ പോകുന്നുള്ളൂ. നോക്കാം ജീവൻ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. ആ മോളെ, അതിനെന്താ, ഓൾവേസ് വെൽക്കം. മോളെ, മോൾക്ക് പെയിൻ ഒന്നും തോന്നുന്നില്ലല്ലോ അല്ലേ? ഇല്ല, തോന്നുന്നില്ല. എന്നെ മമ്മ എന്ന് വിളിക്കും മോളെ. ഞാൻ നിന്നെ ഒരു മകളായി തന്നെയാ കാണുന്നേ. ചിലപ്പോ ഞാൻ ഓർക്കും എന്റെ മകനെ നിന്നെ ഭാര്യയായി കിട്ടിയ എന്തായിരിക്കുമെന്ന്. അവന്റെ മനസ്സൊന്ന് മാറിയിരുന്നെങ്കിലെന്ന്. അത് മമ്മ, ഞാനിവിടെ വന്നത് ഒരു ജോബ് ചെയ്യുന്നത് പോലെയാ. സോ അതൊന്നും ഒരിക്കലും മമ്മ ആഗ്രഹിക്കാൻ പാടില്ല. മമ്മയ്ക്ക് കുഞ്ഞിനെ കിട്ടുമ്പോൾ സന്തോഷമാകില്ലേ? അപ്പൊ പതിയെ ഞാൻ എന്ന കഥാപാത്രം നിങ്ങളുടെയൊക്കെ ലൈഫിൽ നിന്ന് മായും. ഇല്ല മോളെ, എനിക്കതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. മമ്മ, ഞാൻ ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ജെകെ സാറിന്റെ ജെനിക്ക് എന്താ സംഭവിച്ചത്? ജെനി, അവൾ ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാ മോളെ, 6 years ബാക്ക്. പാവം കുട്ടി, വെറുതെ അല്ല ജെകെ സാർ ഇങ്ങനെ. അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അടുപ്പമുള്ളവരോടൊക്കെ ചിരിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള മോനായിരുന്നു. ഇപ്പൊ ഞങ്ങളോട് പോലും. മമ്മ വിഷമിക്കാതെ, ഈ കുഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടി എല്ലാം ശരിയാകും. വേദന. മാഗി, യെസ് സർ. ലക്ഷ്മിക്ക് എന്തോ പെയിൻ ഉള്ളതുപോലെ തോന്നുന്നു. ജസ്റ്റ് ടേക്ക് കെയർ ഹെയർ. നിങ്ങളൊക്കെ ഇവിടെ എന്ത് ചെയ്യുക? ഇതൊക്കെ ശ്രദ്ധിക്കാതെ ആ പെണ്ണിന് വല്ലതും സംഭവിച്ച മേലിൽ ഇനി എന്നെ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കേണ്ട അവസ്ഥ വരുത്തരുത്. ഹലോ മിസ്റ്റർ ജെകെ, ഇന്നെന്താ ഓഫീസിലേക്ക് കണ്ടില്ലല്ലോ? എന്റെ മൂഡ് ശരിയില്ലായിരുന്നു. വാട്ട് യു നീഡ് ഗൗതം? ഓ, ഞാൻ വന്നത് ശല്യമായോ? അല്ല, ലക്ഷ്മി ഇവിടെ കണ്ടില്ലല്ലോ. നീ അവളെ കാണാൻ വന്നതാണോ? ഹേയ്, ഞാൻ ചുമ്മാ ചോദിച്ചതാ. ജേഡൻ, എന്താ നിന്റെ പ്ലാൻ? നിന്റെ ചോരയിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോവാ.
ആ കുഞ്ഞിന്റെ ജനനത്തിന് ശേഷം ലക്ഷ്മിയുടെ കാര്യത്തിൽ ലക്ഷ്മി അവൾക്കെന്താ വന്നതുപോലെ അവൾ പോവും. ഓ സി എന്റെ വീട്ടിൽ കുറെയായി മാരേജിന് പ്രഷർ തുടങ്ങിയിട്ട്. ബട്ട് ഞാൻ വില്ലിങ് അല്ലായിരുന്നു ലക്ഷ്മിയെ കണ്ടുമുട്ടുന്നത് വരെ. നീ എന്താ പറഞ്ഞു വരുന്നേ? ജേഡൻ, എനിക്കറിയാം അവൾ ഒരു മിഡിൽ ക്ലാസ്സിലെ പെൺകുട്ടിയാണെന്നും മറ്റൊരു പുരുഷന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നവളാണെന്നും. ബട്ട് വാട്ട് കാൻ ഐ ഡു? കണ്ട ആദ്യ മൊമെന്റിൽ തന്നെ ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഹെർ. വാട്ട്? നീ ആലോചിച്ചിട്ടാണോ? അവളൊക്കെ ഏത് തരത്തിലുള്ള പെണ്ണാണെന്ന് ആർക്കറിയാം? ലോക്കൽ ക്ലാസ്സിലുള്ള പെണ്ണുങ്ങളുടെ ക്യാരക്ടറൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഷീസ് ആഫ്റ്റർ മൈ മണി. ഇതുപോലെ എത്ര പേരുടെ കുട്ടികളെ ഇവൾ പ്രസവിച്ചിട്ടുണ്ടാവുമെന്നൊക്കെ ആർക്കറിയാം? സോ ഐ തിങ്ക് ഷീ ഈസ് നോ മാച്ച് ഫോർ യു. ഡസൻറ്റ് മാറ്റർ. ഐ വാണ്ട് ഹെർ. ഏത് അവസ്ഥയിലാണെങ്കിലും എനിക്ക് സമ്മതമാണ്. വാട്ട്? സാർ, എന്താടി? സാറിനെ അല്ല, ഈ സാറിനെ. What the hell? സാർ ഒന്ന് വരൂ. സാർ അന്ന് പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഒന്ന് സംസാരിക്കാനായിരുന്നു. ഓ, അതിനെന്താ വരല്ലോ. വാട്ട്? അന്ന് പറഞ്ഞ കാര്യമോ? ഇനി ഇവൻ അവളെ കെട്ടുന്ന കാര്യത്തിനെ പറ്റി അവളോട് പറഞ്ഞോ? ഷീറ്റ്, ഒന്നും കേൾക്കാൻ വയ്യ. അഹങ്കാരി. നിങ്ങൾ സംസാരിക്കുന്ന കണ്ടില്ലേ? ലോക്കൽ ക്ലാസ്സിലെ പെണ്ണുങ്ങളെല്ലാം എങ്ങനെയാ? ലക്ഷ്മിക്ക് എന്താ സംസാരിക്കാനുള്ളേ? അത് സാർ, അന്ന് ഗാർഡനിൽ വെച്ച് സാർ പറഞ്ഞില്ലേ ഇവിടെ ഒരു അമ്പലം ഉണ്ടെന്ന്, പ്രാർത്ഥിച്ചാൽ എന്തും നടക്കുമെന്ന് കേട്ടിട്ടുണ്ടെന്ന്. എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണം. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. ഓഫ് കോഴ്സ് ഡിയർ. കൊച്ചമ്മ സ്വപ്നം കാണുവാണോ? കഴിഞ്ഞോ കിന്നാരം പറച്ചിൽ? നിനക്ക് എന്താടി മിണ്ടാട്ടം മുട്ടിപ്പോയോ? അവനോട് വാത്തോരാതെ മിണ്ടുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിന്റെ നാക്കെവിടെ പോയി? സാർ എന്തിനാ എന്റെ റൂമിൽ വന്നേ? മിണ്ടരുത്. മിണ്ടിയാ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണെന്ന് ഞാൻ വിളിച്ചു പറയും. സോ അടങ്ങി ഇരിക്കുന്നതാണ് എനിക്ക് നല്ലത്. സാറിന് എന്താ വേണ്ടത്? എന്ത് ചോദിച്ചാലും നീ തരൂ. എന്താടി നിനക്ക് എന്നെ കണ്ടിട്ട് അർത്ഥം തോന്നുന്നുണ്ടോ? നിനക്ക് അവനോട് വേണ്ട ഒരു അർത്ഥം ഇല്ലായിരുന്നല്ലോ. കാരണം അദ്ദേഹം ഒരു മാന്യനാണ്. ഓഹോ, അപ്പൊ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു. എനിക്ക് എന്താടി കുഴപ്പം? അവനുള്ളതിനേക്കാൾ കൂടുതൽ എല്ലാം എനിക്കുണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ കുഴപ്പം. പണത്തിന്റെ ഹുങ്കിലാണ് നിങ്ങൾ മറ്റുള്ളവരെ അളക്കുന്നത്. അദ്ദേഹം അങ്ങനല്ല. നിങ്ങളെ ഈ ലോകത്തിൽ ഒരു പെണ്ണും ഭർത്താവായി കാണാൻ ആഗ്രഹിക്കില്ല. ഞാൻ ഒരിക്കലും. ഓഹോ, അത്രയും ഉറപ്പാണോ നിനക്ക്? ഇനി ഉറപ്പിക്കാവോ നിനക്ക്? പണമുണ്ടെന്ന് കരുതി നിങ്ങൾ വിളിച്ചാൽ വരുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കൂട്ടരുത്. അനുവാദമില്ലാതെ എന്റെ ശരീരത്തിൽ ഇനി ഒരിക്കൽ കൂടി തൊട്ടാം. ഇതായിരിക്കില്ല മറുപടി. കൊച്ചിനെ വയറ്റിലിട്ടുകൊണ്ട് കണ്ടവന്റെ പുറകെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ലടി. എന്റെ പണം കൊണ്ട് തിന്നു കൊടുത്തപ്പോ നിനക്കിപ്പോ വേറെ ആണുങ്ങളെ വേണോ അല്ലേടി? എന്റെ മുന്നിൽ ഗൗതമിന്റെ ഭാര്യയെ വാഴാമെന്ന് നീ വിചാരിക്കണ്ടേ? ഇത്രയേറെ ഞാൻ അദ്ദേഹത്തോട് ദേഷ്യപ്പെട്ടെങ്കിലും എന്റെ മനസ്സ് എന്താ എങ്ങനെ വേദനിക്കുന്നു? ലക്ഷ്മി, നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു?
ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യനെ നീ സ്നേഹിച്ചു പോയല്ലോ. Yes, I'm in love with him. ഒരിക്കലും നേടാനാവില്ലെന്ന് അറിയാം. പക്ഷേ ഡി, നീ ഇവിടെ കുറച്ചായി വിലസുന്നു. എല്ലാവരുടെയും പ്രീതി പിടിച്ചു പറ്റിയല്ലോടി ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ. പക്ഷെ ജെയ്ഡൻ, അവന്റെ പ്രീതി പിടിച്ചു പറ്റാന്ന് നീ വിചാരിക്കണ്ടടി. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതിന് സമ്മതിക്കില്ല. ചേച്ചി, ഞാൻ മിണ്ടതടി. ഈ കുഞ്ഞിനെ കാണിച്ച് അവനെ മയക്കാമെന്ന് നീ വിചാരിക്കുന്നുണ്ടാവും. എന്നാൽ നീ കേട്ടോ, നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ നശിച്ച സാധനത്തിനെ പുറം ലോകം കാണിക്കാൻ ഞാൻ അനുവദിക്കില്ലടി. അവൻ ഞാൻ കൊടുക്കും കുഞ്ഞിനെ. ഇതുപോലെയല്ല, എല്ലാ അർത്ഥത്തിലും. അവന്റെ ശരീരം സ്വന്തമാക്കി എന്റെ ഈ ശരീരം അവന് കൊടുത്ത് ഞാനൊരു കുഞ്ഞിനെ അവന് നൽകും. മനസ്സിലായോ? എന്റെ ഭഗവതി, എന്റെ കുഞ്ഞിനൊന്നും സംഭവിക്കല്ലേ. മോളെ, മോൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മമ്മയോട് പറയണേ. ഈ സമയത്ത് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടതൊക്കെ കഴിക്കാനൊക്കെ തോന്നില്ലേ? അതാ മമ്മ പറഞ്ഞേ. ഇല്ല മമ്മ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. നീ എന്താ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? നോ. റീസൺ? പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല. എന്ത് പറ്റി ചേട്ടൻ? ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓഫീസ് മിസ് ചെയ്യുന്നുണ്ടല്ലോ. നീ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. ജെന്നിയുടെ ഇൻസിഡന്റിന് ശേഷം പോലും നീ ഓഫീസ് കാര്യങ്ങൾ മുടക്കിയിട്ടില്ല. ഇപ്പൊ എന്ത് പറ്റി? ഡാഡ് എന്താ പറഞ്ഞു വരുന്നേ? നെവർ മൈൻഡ്. ആ പിന്നെ, വിനിയുടെ കാര്യത്തിൽ എന്താ നിന്റെ തീരുമാനം? ഞാൻ മുൻപേ പറഞ്ഞതല്ലേ. മോനെ, ഞങ്ങൾക്ക് വയസ്സായി. എല്ലാ കാലവും നിന്റെ കൂടെ ഉണ്ടാവില്ല. ഞങ്ങൾ മരിച്ചുപോയ ഈ കുഞ്ഞ് ഒറ്റപ്പെടും. ഈ കുഞ്ഞുമായി ഒറ്റയ്ക്ക് നീ എന്ത് ചെയ്യും? ഇത് നല്ല പ്രൊപ്പോസലാണ് മോനെ. വിനി നല്ല കുട്ടിയാ. നീ ഒരു പെണ്ണിൽ കാണുന്ന എല്ലാ ക്വാളിറ്റിയും വിനിയിലുണ്ട്. സൗന്ദര്യം, എഡ്യൂക്കേഷൻ, നല്ല റിച്ച് ഫാമിലി, ഹൈ ക്ലാസ്. പോരാത്തതിന് ജെനിയുടെ ചേച്ചി. അവൾക്ക് ജെനിയുടെ രൂപവും ഭാവവും എല്ലാം അതേപടി കിട്ടിയിട്ടുണ്ട്. സോ ചിലപ്പോ അവൾക്ക് നിന്നെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞാൽ. മമ്മ, ഞാൻ പറഞ്ഞു, രൂപവും ഭാവവും കിട്ടിയ അവൾ എന്റെ ജെനിയാവോ? ഈ ലോകത്ത് ഞാൻ ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുള്ളൂ. അതെന്റെ ജെനിയ. അവൾ എന്നെ അങ്ങനെയാ സ്നേഹിച്ചു. ഞാൻ ആരാണെന്നും എന്താണെന്നും അറിഞ്ഞുകൊണ്ട്. എന്റെ ജെനിക്ക് പകരമാവാൻ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. വിനിക്കൊരിക്കലും. സോ ഈ ടോപ്പിക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. നീ എന്തിനാണ് കരയുന്നേ? എന്ത് പറ്റി മോളെ? മണിയാ, മോളെ റൂമിലേക്ക് കൊണ്ടുപോകും. മൂഡ് സ്വിങ്സിന്റെ ആവും. ഈ സ്റ്റേജിൽ ഇതൊക്കെ സാധാരണമാണ്. ഇന്ന് നിന്റെ അവസാനമാണ്. നിന്റെ വയറ്റിലുള്ള ആ നാശത്തിന്റെ കഥ ഇന്ന് ഞാൻ അവസാനിപ്പിക്കും. ആ കൂട്ടത്തിൽ നീയും തീർന്നാൽ ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഈ വെളിച്ചെണ്ണ നിന്റെ കഥ അവസാനിപ്പിക്കും ഇന്നത്തോടെ. വാ മോളെ. ഇവളെന്താ ഈ ഒളിക്കണേ ഗൗതം? Oh, no, 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 Adi, no. Oh, shit, Adi.
ബ്ലഡ്. ജേഡൻ, നീ പാനിക് ആവാതെ. ഡി. ആദി, ആദി, ആദി. ഗൗതം, call the ambulance fast. മോനെ മോനെ എന്തോ ഉണ്ടായി? അവളെ ആ പിശാചിന്റെ കൂടെ ഇട്ടിട്ട് നിങ്ങൾ എവിടെ തണ്ടാ പോയതാ? ആ പിശാചിന്റെ കുഞ്ഞിനെ. മോനെ അത്യാവശ്യമായി പുറത്തു പോകേണ്ടി വന്നു. വെണ്ണി ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. കുഞ്ഞ് സേഫ് ആണോ? എനിക്കറിയില്ല. ജേഡൻ, ജേഡൻ, ജേഡൻ. നിനക്ക് എന്താ പറ്റിയേ? നത്തിങ്. ലക്ഷ്മിക്ക് അപകടം പറ്റിയപ്പോ ഞാൻ കണ്ട നിന്റെ ഫേസ്, അത് ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള വേവലാതിയല്ല നിന്റെ മുഖത്ത് ഞാൻ കണ്ടത്. ആദി എന്നല്ലാതെ ഒരിക്കൽ പോലും എന്റെ കുഞ്ഞെന്ന് നീ പറയുന്നത് ഞാൻ കേട്ടില്ല. വാട്ട് ഹാപ്പൻ ടു യു ജേഡൻ? നീ എന്താ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? നീ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. അതൊന്നും സത്യമല്ല, മനസ്സിലായോ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ജേഡൻ. അത് കഴിഞ്ഞ് ചിലപ്പോ നേടാൻ ശ്രമിച്ച പലതും കൈവിട്ടു പോയി വരാം. കുഞ്ഞിന് ഒരു കുഴപ്പവും ദൈവം സഹായിച്ചില്ല. നിങ്ങളുടെ പാരന്റ്സിന്റെ പ്രാർത്ഥനയുടെ ഫലമാവാം. പാവങ്ങൾ. ഓ എന്റെ കുഞ്ഞ്, താങ്ക് ഗോഡ്. ആദിക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ലക്ഷ്മിക്ക് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്നുണ്ടായ ഷോക്കിൽ ആള് പേടിച്ചു പോയതാ. ഭാഗ്യത്തിന് വീഴ്ചയിൽ തല ഒന്ന് ഇടിക്കാതിരുന്നത് ഭാഗ്യം. ആള് അൺകോൺഷ്യസ് ആണ്. കുറച്ച് കഴിയുമ്പോൾ കണ്ണ് തുറന്നോളൂ. ഇപ്പൊ കുറച്ച് റെസ്റ്റ് ആണ് ആവശ്യം. ഗൗതം ഇവിടെ ഉണ്ടാവണം. ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരാം. എനിക്ക് മറ്റവളെ ഒന്ന് കാണണം. നീ ഒരുമ്പെട്ടവളെ, നീ എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കുമല്ലേടി? ഞാനൊന്നും ചെയ്തിട്ടില്ല. ചെയ്തില്ലേടി? നീ ആദ്യം വരുന്ന വഴി എണ്ണ ഒഴിക്കുന്നത് ഞാൻ കണ്ടടി നാശമേ. പ്ലീസ്. എന്റെ കുഞ്ഞിനോ അവൾക്കോ എന്തെങ്കിലും സംഭവിച്ചിരുന്നേ നിന്റെ ശവം ഇവിടെ വീണേനെ. അറിയാലോ ജേഡൻ ഇതൊന്നും പുത്തരിയല്ലെന്ന്. നിന്നെ എന്റേത് മാത്രമേ കാണാനാ ഞാൻ ആ കുഞ്ഞിനെ. അങ്ങനെ ഒരു കുഞ്ഞിനെ എന്തിനാ നമ്മുടെ ലൈഫിൽ? നിനക്ക് ഞാൻ തരും നല്ല ഓമനത്തുള്ള ഒരു കുഞ്ഞിനെ. ആ വൃത്തികെട്ട ജന്മം നശിച്ചു കാണാനല്ലേ നീ ആഗ്രഹിച്ച്? എനിക്കറിയാം നിന്റെ സമ്മതത്തോടെ അല്ല അങ്കിളും ആന്റിയും ഈ പ്രോസസ്സ് നടത്തിയതെന്ന്. ഇതുപോലൊരു നികൃഷ്ട ജന്മം ഈ വീട്ടിൽ പിറക്കാതിരിക്കാൻ നീ ഒരു അക്ഷരം വേണ്ടിയോ? അതിന്റെ ചോരയും കലക്കാൻ പോകുന്ന കുഞ്ഞാണ്. ആരാണ് ഈ നികൃഷ്ട ജന്മം? നീ സ്വയം ഒരു മിററെടുത്ത് നോക്ക്. നിന്നെപ്പോലെ ഇത്രയും വേസ്റ്റ് തുപ്പുന്ന ഒരു പെണ്ണിനെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. നീ എന്റെ ജെനിയുടെ കൂടപ്പിറപ്പ് തന്നെയാണോടി? ജെനി നിന്നിൽ നിന്നൊക്കെ എന്ത് ഡിഫറെന്റ് ആയിരുന്നു. അവൾക്ക് സ്നേഹിക്കാൻ അറിയും. അതേടാ, സ്നേഹിക്കാൻ അറിയും അവൾക്ക്, അതും ചതിച്ചുകൊണ്ട്. വാട്ട് ഡിഡ് യു സേ? ഒരു വട്ടം കൂടി പറയടി, പറയാൻ. പറയും. എനിക്കാരെയും പേടിയില്ല. ജയാൻകി ഗ്രൂപ്പിന്റെ ഹെഡ് മനസ്സിൽ താജ്മഹൽ പണിത് കുടിയിരുത്തിയിരിക്കുന്ന നിങ്ങളുടെ മിസ് ജെനി, അവൾ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ചതിക്കുമായിരുന്നുവെന്ന്. ഈ എന്നെ പോലെ തന്നെ.
നീ വായിൽ തോന്നുന്നത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ഐ നോ യു ugly piece of shit. You are after my money. I know. വിശ്വാസം വരുന്നില്ല അല്ലേ? ഇതാ കണ്ടു നോക്ക്. ഓ മടുത്തു അവന്റെ ഒരു ഓവർ കെയറും കോപ്പും. നീ ആരെ പറ്റിയായി പറയുന്നേ? വേറെ ആരെ പറ്റിയാ? പപ്പ എന്റെ തലയിലെടുത്ത് വെച്ചിട്ടില്ലേ ഒരുത്തനെ, ജേഡൻ, അവനെ പറ്റി തന്നെയാ. ഓ ഗേൾ, എല്ലാം നല്ലതിന് വേണ്ടിയല്ലേ. കുറച്ച് നാൾ കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോളെ. ഞാൻ അവനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതെന്ന് ആ മണ്ട കരുതി വെച്ചിരിക്കുന്നെ. പാവം. ബട്ട് എന്റെ മനസ്സിൽ വേറൊരുത്തനെ വെച്ചോണ്ട് ഞാൻ അവന്റെ മുമ്പിൽ സ്നേഹം അഭിനയിക്കുമോ എന്ന് മനസ്സിലാക്കാനുള്ള വിവരം ആ മണ്ടനില്ല. നായിന്റെ മോളെ പറയണി, നിന്റെ അനിയത്തി ആ മറ്റവൾ എന്തിനാടി എന്റെ മുന്നിൽ നാടകം നടത്തി? പറയണി. നിന്റെ സ്വത്തിന് വേണ്ടി. ഞാനും അതിനു വേണ്ടി തന്നെയാ, എന്റെ ഫാമിലി അതിനു വേണ്ടി തന്നെയാ. നിന്നെ ട്രാപ്പിലാക്കി. ബട്ട് ഞങ്ങളുടെ പ്ലാൻ എല്ലാം തകർത്തുകൊണ്ടാ ആ ആക്സിഡന്റ്. അതിൽ അവൾ പോയി. എങ്കിലും ഈ കാണുന്ന സ്വത്ത് മുഴുവൻ വെറുതെ കളയാൻ ഞങ്ങൾ സമ്മതിക്കും. അത് ഞങ്ങളുടെ കയ്യിലേക്ക് എത്താനാ ഈ പ്രൊപ്പോസലായിട്ട് ഇങ്ങോട്ടുള്ള എൻട്രി. ബട്ട് ആ നാശം പിടിച്ച് പിശാച് പെണ്ണ് എല്ലാം നശിപ്പിച്ച് കയ്യിൽ തന്നു. നിന്നോട് ഞാൻ പറഞ്ഞ അവളെ പറ്റി ഒരു അക്ഷരം വേണ്ടിരുന്നു. ഓഹോ, അവളെ പറ്റി പറയുമ്പോ പൊള്ളുന്നുണ്ടല്ലോ മിസ്റ്റർ ജെകെക്ക്. എനിക്ക് സംശയമില്ലാതില്ല ആ നികൃഷ്ട ജന്മം അത് സറോഗസി വഴി കല്ലെന്ന്. നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക്. നിങ്ങൾ കൂടെ കിടന്ന് ഉണ്ടാക്കിയതല്ലേ അതിനെ. എന്നിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ആരും കേൾക്കാത്ത ഒരു സറോഗസി കഥയുമേ വന്നിരിക്കുന്നു. നീ നശിച്ചവളെ. അതേടി, ഈ ചേട്ടൻ കൂടെ കിടന്ന് തന്നെ ഉണ്ടാക്കിയതാ. നിനക്ക് ഇനി വേറെ വല്ലതും അറിയണോ? നീ നിന്റെ നശിച്ച അനിയത്തിയും ഇറങ്ങി പൊക്കോണ് കിടന്നു. ആ അതെ, ഇറങ്ങി പോവാൻ തന്നെ പോണേ. എങ്കിലും മിസ്റ്റർ ജെകെ, എനിക്ക് നിങ്ങളെ ഓർത്ത് സഹതാപം തോന്നുന്നു. നിങ്ങളെ ഒരു തരി പോലും സ്നേഹിക്കാതെ വേറൊരുത്തനെ ആ സെയിം പീരീഡിൽ സ്നേഹിച്ചുകൊണ്ടിരുന്ന ഒരുത്തിക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ ഈ 6 വർഷം വെറുതെ കരുണ തീർത്തത്. സോ പിറ്റി. ഇറങ്ങി പോണി നായിന്റെ മോളെ. എന്റെ കൈ കൊണ്ട് ചാവണമെങ്കിൽ എന്റെ മുന്നിൽ നിന്ന് പോണി. What a piece of shit. Good job. You win over my heart and played well. Come on. Come on, Jaden. Come on. Come on. Bitch. മോളെ, നീ എഴുന്നേറ്റോ? മമ്മ മമ്മ എന്റെ കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല മോളെ. കുഞ്ഞ് സേഫാണ്. എന്റെ ഭഗവതി, 1000 നന്ദി. കരയിലെ മോളെ, ആർക്കും ഒന്നും പറ്റിയിട്ടില്ല. അമ്മോനെ, നീ ലക്ഷ്മി കണ്ണു തുറന്നു. ഞാനിപ്പോ വരാം. നീ ഒന്ന് കൂട്ടിരിക്കും മോളുടെ കൂടെ. കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് അറിയാൻ വന്നതാവും. നിങ്ങളുടെ കുഞ്ഞിന് എന്ത് പറ്റിയെന്ന് അറിയാൻ വന്നതാണോ? നിനക്ക് എങ്ങനെയുണ്ട്? നിങ്ങളുടെ കുഞ്ഞിന് ഒന്നും പറ്റിയിട്ടില്ല. ഞാൻ നിനക്ക് എങ്ങനെയുണ്ടെന്നാണ് ചോദിച്ചത്. എന്റെ കാര്യം ജെകെ സാർ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതിനൊക്കെ ഇവിടെ വേറെ ആളുകൾ ഓൾറെഡി ഉണ്ട്. ഞാനൊരു ജോബ് ഏറ്റെടുത്തു. അതിലെനിക്ക് ഇന്നൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ കാരണം നിങ്ങളുടെ കുഞ്ഞിന് അപകടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായി. സോ തരാൻ ഉദ്ദേശിക്കുന്ന മണിയിൽ നിന്ന് അത് കുറച്ചിട്ട് ബാക്കി തന്നാൽ മതി. ഡീലെല്ലാം കറക്റ്റ് അല്ലേ? Nice talking. I like it. സാർ എന്താ ഇവിടെ ചെയ്യുന്നേ? ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്. ഇനി ജ്യൂസ് മതിയെങ്കിൽ അത് കൊണ്ടുവരാം. നിങ്ങൾ എന്തിനാ അതിനിതൊക്കെ ചെയ്യുന്നേ? അതിന് മെയ്ഡ്സ് ഉണ്ടല്ലോ ഇവിടെ.
എന്റെ കുഞ്ഞിന് വേണ്ടി എനിക്ക് ചെയ്യണമെന്ന് തോന്നി. ദാറ്റ്സ് ഓൾ. ഈറ്റ് വെൽ. ഓഫ് കോഴ്സ്, കുഞ്ഞിന് വേണ്ടി. അത് പിന്നെ അങ്ങനല്ലേ വരൂ. Why are you smiling like that? After 6 years, ഇന്നാ ഞാൻ വീണ്ടും നിന്റെ ചിരിച്ച മുഖം കാണുന്നേ. പറയടാ. Hey, nothing. ഗൗതം. ഹലോ. ഗൗതം, ആദിക്ക് പെയിൻ വന്നെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. നീ ടെൻഷൻ ആവാതെ. മമ്മ, ആദി. മോനെ ഓപ്പറേഷൻ തിയേറ്ററിലാണ്. ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഈ ഡോക്ടർ എവിടെ പോയി കിടക്കുക? എത്ര നേരമായി? ഇവരെന്ത് ചെയ്യുക അതിന്റെ ഉള്ളിൽ? ചേടൻ, കുറെ നേരമായി ഞാൻ നിന്നെ നോക്കുന്നു. നിനക്ക് എന്താ പറ്റിയേ? എനിക്കെന്താ പറ്റിയെന്നോ? അവൾ അതിനകത്ത്. ജേഡൻ, നീ കാണിച്ചു കൂട്ടുന്നത് ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? എനിക്ക് അറിയില്ല ഗൗതം. ഓക്കെ, tell me one thing. നീ അവളെ സ്നേഹിക്കുന്നില്ലേ? ഗൗതം, നോ, ഐ വാണ്ട് ആൻ ആൻസർ. നീ പ്രോപ്പർ ആയിട്ട് ഒരു ആൻസർ തന്നില്ലേ, ഞാൻ അവളെ കൊണ്ടുപോകും എന്റെ പെണ്ണായി. നോ, യു കാൻറ്റ് ടേക്ക് ഹർ because I love her, Gautam. I love her. Shit. Exactly. ഈ ആൻസർ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ഞാൻ ഇനി നിങ്ങളുടെ ഇടയിൽ ഒന്നിനും വരില്ല. നിനക്ക് എടുക്കാം അവളെ പൂർണ്ണമായി. She is yours. ഈ 6 വർഷം നീ അനുഭവിച്ച പെയിൻ എന്താണെന്ന് എനിക്കറിയാം. ജെനി, അവൾക്ക് പകരമാവില്ലെങ്കിലും ലക്ഷ്മി, അവൾ നിനക്ക് യോജിച്ചൊരു പെണ്ണാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജെനി, ഷീസ് എ ബിച്ച്. ആ ബിച്ചിനെ പറ്റി നീ എന്തിനാ ഇവിടെ പറയുന്നേ? വാട്ട്? എ ബിച്ച്? ജെനിയാണോ നീ ബിച്ച് എന്ന് വിളിച്ചേ? നിനക്ക് വട്ടായോ? നോ ഗൗതം, ജെനി അവൾ എന്നെ ചതിക്കുമായിരുന്നു. എല്ലാം മിന്നി എന്നോട് പറഞ്ഞു. അവളുടെ ഫാമിലിയും ചേർന്നുള്ള ട്രാപ്പിൽ ഞാൻ വീണു പോവായിരുന്നു. നിനക്കറിയോ, ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് അവൾക്ക് വേറൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നെന്ന്. ഞാൻ എന്തൊരു മണ്ടനല്ലേ. അവളെന്നെ ശരിക്കും തോൽപ്പിച്ചു കളഞ്ഞു. നിനക്കറിയോ ഗൗതം, ഈ ക്യാരക്ടർ എന്നുള്ള സംഭവമൊക്കെ ഹൈ ക്ലാസ്സിലെ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, ഹൈ ക്ലാസ്സോ നോട്ടിന്റെ ക്വാണ്ടിറ്റിയോ അല്ല നല്ലൊരു ക്യാരക്ടർ നിശ്ചയിക്കുന്നതെന്ന്. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ജെനി ഇന്ന് ഈ ലോകത്തിലില്ല. നിന്നെ ചതിച്ചതിനുള്ള ശിക്ഷയാ ദൈവം അവൾക്ക് ആക്സിഡന്റിന്റെ രൂപത്തിൽ കൊടുത്തത്. ഇതെല്ലാം നിന്നെ ബോധ്യപ്പെടുത്താൻ നിന്റെ ലൈഫിലേക്ക് ദൈവമായിട്ട് അയച്ച മാലാഖയാണ് ലക്ഷ്മി. അവൾ മൂലമല്ലേ ഇപ്പോ നീ ഈ സത്യങ്ങൾ മുഴുവൻ അറിഞ്ഞത്. സോ എല്ലാം മറക്കണം. ഒരു ന്യൂ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. അധികം താമസിയാതെ നിന്റെ കുഞ്ഞിനെ നിനക്ക് കാണാൻ കഴിയും. കുറച്ചു കഴിഞ്ഞ യു ആർ നോട്ട് എലോൺ. നിനക്കൊരു ഫാമിലി ഉണ്ടാവും ജേഡൻ. നീയും ലക്ഷ്മിയും നിന്റെ കുഞ്ഞുമടങ്ങുന്ന ഒരു കൊച്ചു ഫാമിലി. എനിക്ക് സന്തോഷമായടാ. ലക്ഷ്മി പ്രസവിച്ചു ആൺകുട്ടിയാ. കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. അപ്പൊ കുഞ്ഞിനെയും അമ്മയും കാണാം. ഓക്കെ? മോനെ കോൾ അടിച്ചല്ലോ. എടാ, ഇതൊക്കെ എനിക്ക് പുതിയ അനുഭവങ്ങളാ.
ശരിയാ, അവനെ വരച്ചു വെച്ച പോലെ. നീ വന്നു. പിന്നെ ഞങ്ങളിപ്പോ വരാം. ഡോക്ടറോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ജേഡൻ, നീ ഈ കുഞ്ഞിനെ ഒന്ന് പിടിക്ക്. വാട്ട്? ഞാനോ? എനിക്ക് ഇങ്ങനെ എടുത്തൊന്നും പരിചയമില്ല. ഇങ്ങനെയൊക്കെ അല്ലേ പരിചയപ്പെടണേ. ദാ, സൂക്ഷിച്ച്. അറിയോ? ഓക്കെ, നിനക്ക് പെയിൻ വല്ലതും തോന്നുന്നുണ്ടോ? ആദ്യം ഞാൻ എന്നോടാ ചോദിക്കണേ. ഷിറ്റ്. എന്താ മോനെ? ഞാൻ വെറുതെ. മോൻ ഉറങ്ങുവാണോ? ഞാനൊന്ന് എടുത്തോട്ടെ? സാറെന്താ അങ്ങനെ ചോദിക്കുന്നേ? ഇവൻ സാറിന്റെ സ്വന്തമല്ലേ? കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇവനും ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതാവും. ഞാൻ പോവില്ലേ? എന്താണോ ഒരു മകനൊക്കെ ജനിച്ചിട്ട് ഡാഡായപ്പോ ഗ്ലൂമി ആയിട്ടിരിക്കുന്നേ? എന്തു പറ്റി? ജേഡൻ, why are you crying? I don't know, ഗൗതം. അവള് പോകുന്ന കാര്യമൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുക. എനിക്കതൊക്കെ കേൾക്കുമ്പോ ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി അവളെ. എന്റെ മോനെടുക്കുമ്പോഴൊക്കെ ആ സ്ട്രോബെറിയുടെ സ്മെല്ല് മൂക്കിലേക്ക് അടിക്കുക. അവളുടെ സ്മെല്ലാടാ അത്. ഈ 6 ഇയേഴ്സിൽ വേറൊരു പെണ്ണും എന്നെ ഇതുപോലെ ആ സ്മെല്ല് അനുഭവിക്കുമ്പോ അവളെ ഒന്ന് കിസ് ചെയ്യാൻ തോന്നിപ്പോവാ. മത്ത പിടിക്കുക. അറിയില്ല അവൾ എന്നെ വിട്ട് പോയാ എനിക്കറിയില്ല. അവൾ എന്തൊരു പാവാണെന്നറിയോ? എനിക്ക് സ്നേഹിക്കണോടാ. കൊടുക്കാവുന്ന സ്നേഹം മുഴുവൻ കൊടുത്ത് സ്നേഹിക്കണം. നീ നിന്റെ ഇഷ്ടം അവളെ അറിയിക്കണം. നീ മുന്നേ ഒരുപാട് വൃത്തികേടുകൾ അവളെ പറഞ്ഞിട്ടുണ്ട്. അവൾ അഭിമാനമുള്ള പെണ്ണാടാ. അതാ അവൾ അങ്ങനെ ബിഹേവ് ചെയ്തേ. അവൾ എന്തിനാ ഈ സർവഗേറ്റ് അവൻ തുണിഞ്ഞിറങ്ങിയതെന്ന് അറിയാമോ? അവളുടെ അച്ഛന് വേണ്ടിയാടാ. ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ പണത്തിന് വേണ്ടിയാ.
മറ്റൊരു പുരുഷന്റെ ബീജം അവളുടെ ശരീരത്തിൽ കയറ്റാൻ അവൾ തയ്യാറായി. നിനക്ക് അവളുടെ ക്വാളിറ്റി മനസ്സിലാകുന്നുണ്ടോ? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവൾ എന്തും ചെയ്യും, എന്തും. നിനക്ക് അവളെ കിട്ടിയ അത് നിന്റെ ഭാഗ്യമാണ്. എനിക്ക് ഉറപ്പുണ്ട്, നിനക്ക് വേണ്ടി ദൈവം കണ്ടുവച്ചിരുന്ന ആ പെണ്ണ് അത് നിന്റെ ആദ്യമാണെന്ന്. ഓ മോനെ, എങ്ങനെയാ അവളെ പറഞ്ഞ് മനസ്സിലാക്കുക? എന്റെ മോനു, അമ്മയെ നീ ഓർക്കോ? അമ്മ അന്വേഷിക്കോ എപ്പോഴെങ്കിലും? മോനു, അമ്മ ഇന്ന് പോകും. അമ്മയെ കാണാതാവുമ്പോ കരയരുത് കേട്ടോ. മോനെ സ്നേഹിക്കാൻ ഇവിടെ മോന്റെ മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, പിന്നെ പിന്നെ മോന്റെ പപ്പ ഉണ്ട്. മോന്റെ പപ്പ ജെനി ജെനി എന്ന മോന്റെ പപ്പയുടെ വായു നിന്ന് കേൾക്കുമ്പോ ഒരിക്കലെങ്കിലും ആ ജെനി ഞാനായിരുന്നെങ്കിലെന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് സാർ ജെനിയെ. സാരമില്ല, എനിക്ക് ദൂരെ മാറി നിന്ന് സ്നേഹിക്കാൻ. പക്ഷെ ഇനി ഒരിക്കലും നേരിട്ട് കാണാനാവില്ല എന്നോർക്കുന്നു. സാറിനെ എന്റെ മോനൊന്നില്ലേ? ഹൃദയവും ഇവിടെ ഉപേക്ഷിച്ച ഞാനിവിടെ നിന്നിറങ്ങാൻ പോകുന്നേ. എനിക്ക് നിന്നെ താലോലിച്ച് മതിയായില്ല പൊന്നെ. നിന്റെ പപ്പയെ സ്നേഹിച്ച് മതിയായില്ല. ആ സ്നേഹം അനുഭവിക്കാൻ അമ്മയ്ക്ക് വിധിയില്ല. മോനോ കഥയില്ലടാ. നീ എങ്ങോട്ടാ? ആ സാറോ കണ്ടില്ലേ, ബാഗൊക്കെ പാക്ക് ചെയ്യുമായിരുന്നു. എന്തിനാ ഇപ്പൊ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നേ? പോവാൻ. പോവാനോ? എങ്ങോട്ട്? സാർ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? ഞാൻ ഇവിടെ അവസാന കാലം വരെ ജീവിക്കാൻ വന്നതല്ലല്ലോ, ഒരു ജോബ് ഏറ്റെടുത്ത് വന്നതല്ലേ. അതിന്റെ ടൈം കഴിയുമ്പോ എനിക്ക് തിരിച്ചു പോയാലേ മതിയാവൂ. അതിന് തിരിച്ചു പോവേണ്ട ടൈം ആയില്ലല്ലോ. ഡെലിവറി കഴിഞ്ഞിട്ടാകെ 5 days അല്ലേ ആയുള്ളൂ. അതെനിക്കറിയാം. പിന്നെ നീ എന്താ ഇത്രയും വേഗം പോകുന്നതെന്ന് ഞാൻ ചോദിക്കുന്നേ. ഞാൻ ഇനിയും ഇവിടെ നിന്ന ചിലപ്പോ മോനുമായി ഞാൻ കൂടുതൽ അറ്റാച്ച്ഡ് ആവും. അത് എനിക്കും നിങ്ങൾക്കും ദോഷമാണ്. അതിനേക്കാൾ നല്ലതല്ലേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നേ. സോ ഇനി ഇവിടെ നിന്ന് Then stay here. എന്താ? നിന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് അത്ര എളുപ്പം നിനക്ക് പോകാൻ പറ്റും? പറ്റും. അതൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ ഈ ജോബ് ഏറ്റെടുത്തത്. ആദി, പ്ലീസ്. സാർ, എന്റെ കുഞ്ഞിനെ സാറിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. സാറിന്റെ മോനെ നന്നായിട്ട് നോക്കണം.
പ്ലീസ്. അവൻ സാറിനെ പോലെയാ. സാറിന്റെ ചിരിയാ അവന് കേട്ടിരിക്കണേ. എനിക്ക് പോകാൻ സമയമായി. ആദി പ്ലീസ്. സർ പ്ലീസ്. മോനു, അമ്മ പോവാട്ടോ. ഇനി തിരിച്ചു വരവില്ല. മോന് കരയരുതട്ടോ. മോന്റെ പപ്പ ഉണ്ട് ഇവിടെ. മോന്റെ കൂടെ എന്തുണ്ടെങ്കിലും പപ്പയോട് പറയണം കേട്ടോ. അമ്മ പോവാണേ. ഇനി മോനോട്ട് കരയല്ലേ. നമുക്ക് പോവാൻ പറ്റില്ല നിന്നെ കരച്ചില് കണ്ട്. എങ്കിൽ നിനക്ക് പോവാതിരുന്നൂടെ? എന്തിന് ഞാൻ പോവാതിരിക്കണം? എന്റെ കുഞ്ഞ് അവന്റെ അമ്മയെ ചോദിക്കുന്ന ഒരു കാലം വരും. അപ്പോ സാറിന്റെ മനസ്സിൽ സാറ് നെഞ്ചേറ്റിരിക്കുന്ന പെണ്ണിനെ കാണിച്ചു കൊടുക്കണം. സാറിന്റെ ജെനിയെ കാണിച്ചു കൊടുത്ത് പറയണം, ഇതാണ് അവന്റെ അമ്മ, മരിച്ചുപോയി എന്ന്. ഇന്നത്തോടെ നിങ്ങളുടെ ലൈഫിൽ ഞാൻ എന്നൊരു വ്യക്തി ഇല്ലാതാവാണ്. സോ എനിക്ക് പോവാൻ സമയമായി. ഞാൻ പോട്ടെ. ആദി പ്ലീസ് പോവരുത്. പ്ലീസ് സ്റ്റേ. സാർ വിട്, എനിക്ക് പോണം. എത്രയും പെട്ടെന്നായാലും അത്രയും നന്ന്. എന്റെ മനസ്സ് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുക. ആദി പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എന്റെ കുഞ്ഞ് ഈ ഭൂമിയിൽ പിറക്കുന്നതിന് മുന്നേ തന്നെ അവന്റെ അമ്മയെ ഞാൻ സ്നേഹിച്ചു പോയിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആദി. എന്ത് ഭ്രാന്ത് സാറ് വിളിച്ചു പറയുന്നു? അപ്പൊ സാറിന്റെ ജെനി? എനിക്ക് ഫൂളിഷ്നെസ് ഒന്നും കേട്ട് നിൽക്കാൻ നേരമില്ല. ജെനി അവളെ പറ്റി ഇവിടെ പറയുന്നത് എന്തിനാ? അതെന്താ? ജെനിയെ പറ്റിയല്ലേ സാർ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ എന്ത് പറ്റി? കാരണം അവൾ എന്നെ ചതിക്കുകയായിരുന്നു ആദി. ഷീസ് എ ലയർ. ബിച്ച്. വിനി അവളെല്ലാം എന്നോട് പറഞ്ഞു. അവളും അവളുടെ ഫാമിലിയും എന്റെ ഫെയിമിന് പുറകെയായിരുന്നു. ഓഹോ, അപ്പൊ മനസ്സിൽ പ്രതിഷ്ഠിച്ച വിഗ്രഹം ഉടനപ്പോ നിങ്ങൾക്കിപ്പോ ഒരു പെണ്ണ് വേണം, അങ്ങനെ കണ്ടുപിടിച്ചതാണോ എന്നെ? ആദി പ്ലീസ്, നീ എന്ത് വേണേലും പറഞ്ഞു. ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെ ഒരു ക്രൂരനായിട്ടോ ദുഷ്ടനായിട്ടോ എങ്ങനെ വേണേലും നിനക്ക് ചിത്രീകരിക്കാം. ബട്ട് ഡോണ്ട് ലീവ് മീ ആൻഡ് മൈ സൺ. വി നീഡ് യു. ഐ ആം ഇൻ ലവ് വിത്ത് യു ആദി. വിടനെ. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് ഒരു പൊട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇവിടെ വീഴ്ത്തിയ ഓരോ തുള്ളി കണ്ണുനീരും നിങ്ങളും കണ്ടതല്ലേ? എന്നിട്ട് നിങ്ങൾ അത് കാണാത്തതിൽ അഭിനയിച്ചു. ആ കണ്ണീര് അത് നിങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഞാൻ കരഞ്ഞത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയാ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന് മുന്നേ നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു മിസ്റ്റർ ജെ.കെ. പക്ഷെ ജെനി എന്ന പേര് ഞാൻ ഇപ്പൊ ആദ്യം മുങ്ങി പോവുകയായിരുന്നു. എന്റെ ഉള്ളം നീറുന്നത് കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്റെ ഹൃദയം ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ഇനി പടിയിറങ്ങാൻ തയ്യാറായി. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു സാർ. What? Say that again. What? Say that again. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു സാർ. என்ன செய்தேன் என் உள்ளம் எல்லாம் காயம்.
ജേഡൻ സാർ അത് പ്ലീസ്. ജെയ്ഡൻ ഐ ലവ് യു. എന്റെ മോന്റെ അമ്മയായിട്ട്, എന്റെ ഭാര്യയായിട്ട് നീ ഇവിടെ വേണം ആദി. ഈ ജെയ്ഡന്റെ ഭാര്യ നീ, മനസ്സിലായോ? മനസ്സിലായി സാർ. ജെയ്ഡൻ. ജെയ്ഡൻ என்ன செய்தேன் நான் என் உள்ளம் எல்லாம் காயம்